തൊഴിലവസരങ്ങളെ അറിയുക എന്നത് പ്രധാനമാണ്. എന്നാൽ അവയെ കൃത്യസമയങ്ങളിൽ അറിയുക എന്നത് വളരെ പ്രധാനമാണ്. നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന തൊഴിലവസരങ്ങളിലേക്ക്. ഇന്ത്യൻ ആർമിയിൽ 57ാമത് NCC സ്പെഷ്യൽ എൻട്രി നോൺ ടെക്നിക്കൽ സ്കീം പ്രവേശനത്തിനായി ഇപ്പോൾ അപേക്ഷിക്കാം. ഷോർട്ട് സർവീസ് കമ്മീഷൻ പ്രകാരമുള്ള തിരഞ്ഞെടുപ്പാണ്. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. 76 ഒഴിവുകളാണ് ഉള്ളത്. ഇതിൽ 6 ഒഴിവുകൾ വനിതകൾക്കാണ്. 50% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും NCCയുടെ C സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ B ഗ്രേഡുമുള്ളവർക്ക് അപേക്ഷിക്കാം. NCC സീനിയർ ഡിവിഷൻ അല്ലെങ്കിൽ ബ്രാഞ്ചിൽ 2 അല്ലെങ്കിൽ 3 വർഷം പ്രവർത്തിച്ചിരിക്കണം. സർവീസിലിരിക്കെ മരണപ്പെട്ട അല്ലെങ്കിൽ പരിക്കേറ്റ അല്ലെങ്കിൽ കാണാതായ സൈനികരുടെ ആശ്രിതർക്ക് NCC C സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ശാരീരിക യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കാണുക. പ്രായം 2025 ജനുവരി 1 19 മുതൽ 25 വയസ്സ് വരെ. ഉദ്യോഗാർത്ഥികൾ 2000 ജനുവരി 2 2006 ജനുവരി 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SSB ഇൻ്റർവ്യൂവിൻ്റെയും ശാരീരിക ക്ഷമതാ പരീക്ഷയുടെയും വൈദ്യപരിശോധനയുടെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. തുടർന്ന് ചെന്നൈ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിൽ 49 ആഴ്ചത്തെ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡിഫൻസ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് യോഗ്യത ലഭിക്കും. ലെഫ്റ്റനന്റ് റാങ്കിലാണ് നിയമനം. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 9. വെബ്സൈറ്റ് www.joinindianarmy.nic.in. ഇന്ത്യൻ ബാങ്കിൽ അപ്രന്റീസ്ഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം. 1500 ഒഴിവുകളാണ് ഉള്ളത്. ഇതിൽ 44 ഒഴിവുകൾ കേരളത്തിലാണ്. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. ബിരുദം 2020 മാർച്ച് 31 ശേഷം നേടിയതായിരിക്കണം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ഔദ്യോഗിക അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം. പ്രായം 20 മുതൽ 28 വയസ്സ് വരെ. അർഹരായ വിഭാഗങ്ങൾക്ക് വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഓൺലൈൻ പരീക്ഷ, പ്രാദേശിക ഭാഷാ പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. കേരളത്തിൽ കൊച്ചി, തിരുവനന്തപുരം, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ടായിരിക്കും. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 31. വിശദാംശങ്ങൾക്കായി www.indianbank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരം ജില്ലാ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിൽ ടെക്നിക്കൽ എക്സ്പേർട്ട് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. ഒരു ഒഴിവാണ് നിലവിലുള്ളത്. യോഗ്യത അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ ഹൈഡ്രോളജിക്കൽ എഞ്ചിനീയറിംഗ്, സോയിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി എഞ്ചിനീയറിംഗ് ബിരുദം. ശമ്പളം 34,300 രൂപ. യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുൾപ്പെടെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 24. കൂടുതൽ വിവരങ്ങൾക്ക് 8606204203 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. തിരുവനന്തപുരത്തെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിലെ വിവിധ പദ്ധതികളുടെ നടത്തിപ്പിനായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ദിവസവേതന വ്യവസ്ഥയിൽ എംപാനൽ ചെയ്യുന്നതിനായി തിരുവനന്തപുരം ആക്കുളത്തെ ഓഫീസിൽ ജൂലൈ 29 രാവിലെ 9 അഭിമുഖം നടത്തുന്നു. യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ സർക്കാർ, അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പ്രമുഖ സ്ഥാപനങ്ങളിലെ വിവിധ പദ്ധതികൾ, സർവേ, ഹൈവേ എഞ്ചിനീയറിംഗ് ലബോറട്ടറികളിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി www.natpac.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിൽ കോൺസ്റ്റബിൾ, ട്രേഡ്സ്മാൻ, ടെയിലർ, കോബ്ലർ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ അവസരം. ടെയിലറുടെ 18, കോബ്ലറുടെ 33 ഒഴിവുകളും ഉൾപ്പെടെ ആകെ 51 ഒഴിവുകളാണ് ഉള്ളത്. വനിതകൾക്കും അപേക്ഷിക്കുവാൻ സാധിക്കും. 10ാം ക്ലാസ് വിജയവും ബന്ധപ്പെട്ട ട്രേഡിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമയുമാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായം 18 മുതൽ 23 വയസ്സ് വരെ.
ശമ്പളം 21,700 മുതൽ 69,100 രൂപ വരെ. എഴുത്തു പരീക്ഷ, കായികക്ഷമതാ പരീക്ഷ, വൈദ്യപരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 18. വിശദ വിവരങ്ങൾക്ക് recruitment.itbpolice.nic.in എന്ന വെബ്സൈറ്റ് കാണുക. കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലെക്ചറർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും ജേർണലിസത്തിൽ PG ഡിപ്ലോമയും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും അഭികാമ്യം. 40 വയസ്സ് കവിയരുത്. സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ്. 36,000 രൂപയാണ് പ്രതിമാസം വേതനമായി ലഭിക്കുന്നത്. എല്ലാ രേഖകളുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം സെക്രട്ടറി, കേരള മീഡിയ അക്കാദമി, കാക്കനാട്, കൊച്ചി 30 എന്ന വിലാസത്തിൽ ജൂലൈ 31-നകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. വിശദാംശങ്ങൾക്കായി 0484 2422 275 അല്ലെങ്കിൽ 0484 2422 068 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളം ജില്ലയിലെ ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഹെൽപ്പർ ഇലക്ട്രിക്കൽ തസ്തികയിൽ 9 താൽക്കാലിക ഒഴിവുകൾ നിലവിലുണ്ട്. യോഗ്യത: 3 വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യം. കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ SSLCയും ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിൽ ITI, കുറഞ്ഞത് 6 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ ഉണ്ടായിരിക്കണം. പ്രായം 18 മുതൽ 41 വയസ്സ് വരെ. സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ശമ്പളം 17,000 രൂപ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ 23-നകം യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് സർക്കാർ നഴ്സിംഗ് കോളേജുകളിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ ഓപ്ഷണൽ വിഷയങ്ങളായും ഇംഗ്ലീഷ് നിർബന്ധിത വിഷയമായും 40% മാർക്കോടുകൂടി +2 പരീക്ഷ പാസ്സായിരിക്കണം. +2 യോഗ്യതയ്ക്ക് ശേഷം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമുള്ള സ്കൂളുകളിൽ നിന്നും ANM കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ രജിസ്ട്രേഡ് ANM നഴ്സുമാർക്കും അപേക്ഷിക്കാവുന്നതാണ്. +2 സയൻസ് പഠിച്ചവരുടെ അഭാവത്തിൽ മറ്റ് വിഷയങ്ങളിൽ +2 വിജയിച്ചവരുടെ അപേക്ഷ പരിഗണിക്കുന്നതാണ്. പ്രായം 17 മുതൽ 35 വരെ. ANM കോഴ്സ് പാസ്സായവർക്ക് പ്രായപരിധി ബാധകമല്ല. അപേക്ഷ ജൂലൈ 25-ന് മുൻപായി തിരുവനന്തപുരത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി www.dme.kerala.gov.in എന്ന വെബ്സൈറ്റ് കാണുക. 0471 2528 579 എന്ന ഫോൺ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.